അപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന ഈച്ചകളൊക്കെ ഏകദേശം ഇതിനകത്തായിരുന്നു. തുറന്നു വിട്ടാൽ നമ്മൾ ഓടണം പെടുന്നിട്ടാ. ഇത് റാണീച്ച. മറ്റേ നമ്മൾ രാജ്യമൊക്കെ ഭരിക്കുമ്പോഴാണ് ഈ കൂട്ടിൽ നടക്കുന്നത് അല്ലേ? സംഭവം ഉള്ളട്ടാ അത് ഇത് പരിപാടിയില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്താണ്. കാസർഗോഡ് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് വന്നാട്ടാ. ഈ കാണുന്നതൊക്കെ എന്താണെന്നറിയോ, ഇതെല്ലാം തേനീച്ച കൂടുകളാണ്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്നത് തേനീച്ച വലിപ്പമുള്ള നമ്മളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു തരം തേനീച്ചായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ളത് നമ്മളെ ഉപദ്രവിക്കാത്ത ചെറു തേനീച്ച എന്ന് പറയുന്ന വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞ് തേനീച്ചകളുള്ള ആ തേനീച്ചകളുടെ കൂടാണ് ഈ കാണുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് തേനീച്ച ഇതുപോലെ കൂടുണ്ടാക്കി കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ട് ഇവിടെ. ഞാൻ 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തേന് വാങ്ങി കഴിക്കാറുണ്ട്. ഈ തേനിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ കണ്ണൂർ വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കുടുംബത്തോടെ ഈ കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി കുടുംബത്തിനെയും പരിചയപ്പെടുത്തരാം. അതേപോലെ തന്നെ ഈ നമ്മളെ ആക്രമിക്കാത്ത ഈ തേനീച്ചയുടെ ജീവിത രീതികളും അതിൽ നിന്ന് എങ്ങനെ തേനെടുക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ കാണാം. അപ്പോൾ ഇദ്ദേഹമാണ് ഈ തേനീച്ചയുടെ ആള് കേട്ടാ. എത്ര വർഷമായി നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 30 വർഷമായി. 30 വർഷമായി. നമ്മൾ ഈ തേന് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയാണ്. ഇതിന് കുറേ ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. സംഭവം ഞങ്ങൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. തീരുമ്പോൾ നമ്മൾ വാങ്ങും. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് അയച്ചു തരും കേട്ടോ. സാധനം നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് DTDC കൊറിയർ വഴി അല്ലേ? DTDC കൊറിയർ വഴി നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ചെറുതേനീച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവിയാണ് അല്ലേ? നമ്മളെ ആക്രമിക്കുക പരിപാടി ഒന്നും ചെയ്യില്ലത്. ആക്രമിക്കലെന്ന് വെച്ചാൽ ചെറിയ തോതിൽ, അതായത് ചെറുങ്ങനെ കടിക്കും. വലിയ തേനീച്ചനെ പോലെ കുത്താനുള്ള കഴിവേദനയില്ല, അങ്ങനെ കുത്തണ മുള്ളില്ല. പക്ഷെ ചെറിയ തോതിൽ അതിന്റെ വായു ഭാഗത്തോണ്ട് കടിക്കും. അതായത് ഒരു കുഞ്ഞു ഉറുമ്പ് കടിക്കുന്നതിനെക്കാട്ടി ഒരു കുഞ്ഞു വേദന അത്രയുണ്ട്. ഈ ചെറുതേനീച്ച പറഞ്ഞ അദ്ദേഹം ഇപ്പൊ തുടങ്ങിയല്ലേട്ടാ. അദ്ദേഹത്തിന്റെ ഭാര്യ 2 മക്കള് ഇവർക്കാണത് ചെയ്യുന്നത്. ഇപ്പൊ തുടങ്ങി. എത്ര വയസ്സിൽ തുടങ്ങിയതാണ് നിങ്ങളത്? 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ തേനീച്ചയോടുള്ള ഒരു ഒടുങ്ങാത്ത പ്രണയം, അങ്ങനെ പറഞ്ഞ ചേച്ചി ചൂടാ ഇല്ലല്ലേ? തേനീച്ചയോടുള്ള ഒരു പ്രണയം കൊണ്ട് ഇദ്ദേഹം ചെയ്തതാണ്. ഏകദേശം ആയിരക്കണക്കിന് കൂടുകളാണ് പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കാണെങ്കിൽ ചുറ്റും നോക്കിയാൽ തന്നെ ഇത്രയും കൂടുകളാട്ടാ. ഫുള്ള് കൂടുകളും പരിപാടികളാണ്. നമുക്ക് ആദ്യകാലങ്ങളിൽ വെച്ച് തുടങ്ങിയതാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ മീറ്റർ ബോക്സിനകത്ത് നിന്നൊക്കെ ഇത് തേനീച്ച നമ്മുടെ നാട്ടിലൊക്കെ മീറ്റർ ബോക്സിലൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ സാധനം. നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? അതിന് മുന്നേ ഇതൊന്ന് തലയിലിടുന്നതാണ്. ഇത് നമുക്ക് ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷെ നമ്മളെ മുടിയിലും കണ്ണിലും മൂക്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും വന്നിരിക്കുമ്പോൾ. അതുകൊണ്ട് മാത്രം. അതുകൊണ്ടല്ലേ? എന്തായാലും സേഫ്റ്റി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈച്ചനെ പിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ എൻട്രൻസിൽ കുറച്ച് ഈച്ചയുണ്ട്. കാരണം വെച്ചാൽ ഈ പട്ടാളക്കാരായിട്ടുള്ള ഈച്ചകളുണ്ടാവും, കാവൽക്കാരായിട്ടുള്ള ഈച്ചകളുണ്ടാവും. അപ്പോൾ ചെറുങ്ങനെ മുട്ടുന്ന സമയത്ത്, അതായത് ഈ ഈച്ചകൾ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ശത്രുവായിട്ടുള്ള ആൾക്കാരില്ലേ, അവരെ വരുമ്പോൾ അവരെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള ഈച്ചകൾ ഇതിലുണ്ടാവും. അപ്പം നമ്മൾ മുട്ടുന്ന സമയത്ത് വെച്ചാൽ ഇതിനകത്തേക്ക് കയറും. അപ്പോൾ എന്ന് വെച്ചാൽ അത് തുറന്ന് നമ്മളെ ആക്രമിക്കൂല. ഇപ്പൊ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചെറുങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചെറുപറാ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിലേക്കാവും. അതിനുശേഷം കംപ്ലീറ്റ് അല്ല, ഒരുവിധം പറക്കാൻ പറ്റുന്ന ഈച്ചകൾ ഇതിനകത്തേക്ക് കയറും. അപ്പോൾ ഇതിനെ അടപ്പിടുക, ഒരു സ്ഥലത്ത് വെക്കുക, തേൻ വല്ലതും എടുത്തതിന് ശേഷം ഇത് തുറന്നു വിടുക. ഇതേ കൂട്ടിൽ തന്നെ കൂടും. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡിന്റെ മേലെ 3 തേനീച്ചപ്പെട്ടി വെച്ചിട്ടുള്ളത്, 3 കോളനി. അപ്പോൾ വെച്ചാൽ ഈ ഒരു കൂടെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ കൂടുന്ന ഈച്ച പുറത്തിറങ്ങുമല്ല. അപ്പോൾ ഈ എൻട്രൻസിലേക്ക് കൂടി ഈ കൂട്ടിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അത് കണക്ക് ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കൂട്ടിലത്തെ ഈച്ചയിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈച്ച പുറത്തിറങ്ങി തമ്മിൽ കടി കൂടി ചത്തുപോകും. അപ്പോൾ ഇങ്ങനെ ഈ കൂടുന്ന തേനെടുക്കുന്നുണ്ടെങ്കിൽ ഈ കോളനി ഇല്ലേ, ഇതിന്റെ വായു ഭാഗത്ത് മെഴുകി വെച്ച് അടക്കുക. ഇങ്ങനെ അടച്ചു വെക്കുക. അതേ കണക്കാണ് ഇപ്പുറത്തുണ്ട്. ഒന്നിന്റെ എൻട്രൻസ് ഇപ്പുറത്തെ ഭാഗത്തേക്ക്. ഇത് രണ്ടും സെയിം ടൈപ്പ് ഈച്ചയാണ്. ഇത് വേറെ വെറൈറ്റിയാണ്. ഇതിന് പന്നിമൂക്കൻ, തുമ്പിക്കയ്യൻ എന്നെല്ലാം പറയും. ഇതിന്റെ എൻട്രൻസ് ആണ് ഓപ്പൺ ആയി വെച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ചെറുതേനീച്ചയിൽ ഏറ്റവും വലുപ്പമുള്ള ഈച്ചയാണ് ഈ ഒരു ടൈപ്പ് എൻട്രൻസ് വരുന്ന കൂട്ടിലുണ്ടാവുക. അത് ഇവിടെ അടക്കുക. ഇത് എൻട്രൻസ് ഇതിനകത്തെ കറക്റ്റ് പോകില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ലേശം പൊട്ടിച്ച് കളയാം. ഇപ്പോൾ വലുപ്പം കുറക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിന് ചേർത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചെറിയ ഒരു മുട്ട കൊടുക്കുക. അപ്പോൾ ഈ കോളനീനെ ആക്രമിക്കാൻ വന്ന മറ്റേതോ ശത്രുക്കളാണ് എന്ന് കരുതിയിട്ടാണ് ഈച്ചയെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് ആളായിട്ടാ ഇതിൽ ഒരുപാട് തേനീച്ച ഉണ്ടാവൂലേ? ഒരുപാടുണ്ടാവും. ഇതാണ് ചെറു തേനീച്ച എന്ന് പറയുന്ന സാധനം കേട്ടാ. വളരെ കുഞ്ഞതാണ്. അപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന ഈച്ചകളൊക്കെ ഏകദേശം ഇതിനകത്തായിരുന്നു. ഇവരാണ് മെയിൻ ഡ്യൂട്ടിക്കാർ. നമ്മളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെടുക്കുക. അടിച്ചതിന് ശേഷം വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക. ഇതുപോലെ തന്നെ എടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തുപോലെ. അപ്പോൾ ഈച്ചനെ നമ്മൾ തുറന്നു വിടാൻ പോവാണ്. വൻ പാക്കിംഗ് ആണല്ലേ? എന്നാലും ഇതിനകത്ത് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഈച്ച ഉണ്ടാവും.
സംഭവം അടിപൊളിയല്ലേ, വളരെ പതുക്കെ തുറക്കട്ടെ അദ്ദേഹം. കാരണം അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പതുക്കെ ഈ കൂട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരണം. ഈ ചില കൂട് പൂർണ്ണമായി നമ്മൾ നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് അതല്ലേ. ഇത് സംഭവം ഉള്ളട്ടാ, ഇത് പരിപാടിയില്ലേ. ഈ ചെറിയ ആളുകളാണെങ്കിലും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അവര് അല്ലേ. ഇതാണ് തേന് അല്ലേ. ഇതൊക്കെ ഇത് മുട്ടയാണ്. ഇത് വിരിയാനിലാണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് വിരിയാനിലെ ഇപ്പൊ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ട ഇവിടെ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് അങ്ങോട്ട് പോവാണ്. അത് കണക്കാണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ റാണി ഇതിൽ കണ്ട് നമുക്ക് ഇത് കാണാം. ഇത് പകുതി ഓപ്പൺ ആയിട്ടുള്ള മുട്ടാണ്. ഇത് ഇടയിലും കാണില്ലേ, അത് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് റാണി സെല്ല്. സാധാരണ റാണി സെല്ല് പൊതുവെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഫസ്റ്റ് ലൈനിൽ കണ്ടുപിടിക്കുക ഒരു വലിയ മുട്ട ഉണ്ടാവും, അത് വിരിഞ്ഞ റാണി ഉണ്ടാവുക. അതെ അതെ. ഇതെന്തറിയോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇത് ഇദ്ദേഹത്തിന്റെ സ്ഥലമാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നാച്ചുറൽ പൂക്കളിൽ നിന്ന് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് നിക്ഷേപിക്കുന്നത് അല്ലേ. അതെ അതെ. അത് വൻതേനീച്ചക്ക് ചെറിയ കുഞ്ഞു പൂക്കളിൽ കയറി തേനെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് ചെറിയ ശരീരം തന്നെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു പൂക്കളിൽ കയറി തേനെടുക്കാനുള്ള ഒരു കഴിവ് ചെറുതേനീച്ച. അതുകൊണ്ടാണ് ചെറുതേനി ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ കാരണം. പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങി കഴിക്കാറില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള തേന് തന്നെയാണ് കേട്ടോ. അതിന് രുചിയും പ്രത്യേകതയുണ്ട്. പിന്നെ ഒറിജിനലാണ്. പിന്നെ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ജോലി ഇതാണ്, ഒരു കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയല്ല. അദ്ദേഹത്തിന് താല്പര്യപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതൊരു കച്ചവട ഫാമിലി കുടുംബത്തോടെയാണ് പരിപാടി, വേറെ ജോലിക്കാരൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെയല്ല. അതൊരു താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. ആ നാച്ചുറാലിറ്റി ആ തേനിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തോടെ ഈ സാധനം വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം അല്ലേ. എനിക്ക് തേന് കഴിക്കാൻ കൊതിയായിട്ടിരിക്കാം. അത് നമ്മൾ ഈ ചെറുതേനീച്ചയ്ക്ക് അല്ലെങ്കിൽ ചെറുതേനിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതിലെന്താണ് ഔഷധ ഗുണങ്ങൾ കൂടുതലായിട്ടുള്ളത്? ആദ്യം തന്നെ പറഞ്ഞാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതേനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം കൂടുതലായിട്ട് കൊടുക്കൂലേ സാധനം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കെല്ലാം ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കേ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും തേന് നിങ്ങൾ എടുക്കണ്ടല്ലോ, ഇത് എന്തിനാ അത്ര ആളുകൾ ഇങ്ങനെ വാങ്ങിക്കുന്നത്? ഇത് ഇങ്ങനെ ആളുകൾ വാങ്ങിക്കാറുണ്ടല്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ വാങ്ങിക്കാം. എന്തിനാണ് കൂടുതൽ ആൾ, എന്ത് ആവശ്യത്തിനാണ് കൂടുതൽ വാങ്ങിക്കുക? അതായത് ചെറുതേനെ പൊതുവെ പറയുന്നത് തടി മെലിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് അധികം ആൾക്കാരും വാങ്ങിക്കാറ്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കാം. ഇതോടെ കൂടോടെ കഴിക്കാം. പല്ലിന് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു തേങ്ങ ഒരു തേങ്ങ കഷ്ണം എടുത്ത് ചവച്ച് കഴിഞ്ഞാൽ ആ മെഴുകല അലിഞ്ഞു പോകും. ഇത് കഴിക്കാനേ ഇത് കൂടൊക്കെ എടുക്കണമല്ലോ ഇത്. അപ്പൊ സംഭവം നമ്മള് വായിലിങ്ങനെ വെള്ളം വരുന്നു. സംഭവം തേന് നമ്മൾ ഇങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് ഇദ്ദേഹം തരുന്നതാണെങ്കിലും നമ്മൾ വാങ്ങി കഴിക്കുന്നതാണെങ്കിലും ഇത്രയും നാച്ചുറലായിട്ട് നമ്മളടുത്ത് കിട്ടിയില്ല കേട്ടാ. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഏട്ടാ മോനെ, അടിപൊളി സംഭവട്ടാ. അതിന് മെഴുകുണ്ടല്ലേ? മെഴുകിനും നല്ല ഔഷധ ഗുണമാണ് കേട്ടാ. അപ്പൊ പിന്നെ ചവച്ചിറക്കത് ഒരുപാട് വൈദ്യന്മാര് നമ്മുടെ ഇതുപോലെ മെഴുകി കൊണ്ടുപോകാറ്, മരുന്ന് ചേർക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ. ഇത് ശരിക്കും മെഴുകു പോലെ ഇരിക്കും കേട്ടാ. നമ്മൾ ചവക്കുമ്പോഴേ ഇത് രക്ഷയില്ലാട്ടാ. എല്ലാവരും ഭാഗ്യം കിട്ടുന്നില്ല ചേട്ടാ. ഇനി കുറച്ച് ഞാൻ കൊണ്ടുപോവാ. മധുരം എന്ന് പറഞ്ഞാലോ ഒരു രക്ഷയില്ലാത്ത മധുരവും നമ്മളാ മറ്റേ തേനീച്ചൻ്റെ ആ ഒരു രുചിയല്ല അതിന്. ഇത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. വാങ്ങി കഴിച്ചാലേ അത് ഇതറിയുള്ളൂ. അത്ര ടേസ്റ്റ് അത്ര ടേസ്റ്റാണ്. എടുക്കേ നമുക്കേ. അങ്ങനെ ചെറുതേനീച്ചയിൽ നിന്നും തേനെടുത്തു അല്ലേ. ഇത് നമ്മളിത് അടച്ചു വെക്കും. അപ്പോൾ നമുക്ക് അടയ്ക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഒരു കൂട്ടിൽ നിന്ന് തേനെടുത്ത് വളരെ പതുക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. കാരണം എടുത്ത പോലെ തന്നെ അടച്ചു വെക്കണം. അപ്പോൾ നമുക്കിനി ഇവർ തേന് ശേഖരിച്ചതും ഇത് കൊടുക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നെടുത്ത തേന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്താണ് ഇതിനെ ചെയ്യാം? ഇത് അരിച്ചതിന് ശേഷം ഇതില്ലേ, ഇത് അരിക്കാത്ത തേനാണേ. ഇത് ഫുള്ള് തേനാണ് കേട്ടോ. ഇത് അരിക്കാത്ത തേന് അല്ലേ. ഇത് നമ്മൾ ഇതിലേക്ക് അകത്തേക്കിടും. അങ്ങനെ കിടക്കൂല്ലേ. എടുക്കുന്ന സമയത്ത് എല്ലാം മൊത്തമായി എടുക്കും ഒരു പാത്രത്തിലും. ലാസ്റ്റിൽ മാത്രമേ നമ്മൾ എന്താക്കും വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് ഉരുക്കിയെടുക്കും. അങ്ങനെ ഉരുക്കിയെടുത്തത് എവിടെ എടുക്കണം? ആണോ, ഇതാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ റെഡിയായ തേനാണോ അല്ലേ? നമ്മൾ വിൽപ്പനക്ക് റെഡിയായ തേനാണ് അല്ലേ. അപ്പൊ ഇതിലും തേൻ തന്നെയാണ് അല്ലേ? ഇതിലും
ഇതിലുണ്ട് കേട്ടോ തേന്. അപ്പൊ തേന് ആവശ്യമുള്ളവർക്ക് വെറും തേനല്ല കേട്ടോ, നല്ല ശുദ്ധമായ ചെറുതേന് ആവശ്യമുള്ളവർക്ക് ഇവരെ ബന്ധപ്പെടാം. ഇവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ കോൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ വരുന്നതായിരിക്കും. കൃത്യമായി നിങ്ങൾക്ക് സാധനം എത്തുന്നതായിരിക്കും. എനിക്ക് കിട്ടുന്നതാണ് കേട്ടോ സാധനം. അപ്പൊ ഇത് 1 കിലോ ആണ് അല്ലേ? 1 കിലോയുടെ സാധനമാണ്. ഇതിന് നമ്മൾ 2400 രൂപ. ഇത് അര കിലോ അല്ലേ? 1200. ഈ കിലോ ആണ് കേട്ടോ, മില്ലി അല്ല, കിലോ അല്ലേ? തൂക്കത്തിനാണ് കൊടുക്കുന്നത്. അത് 1/4 കിലോ അല്ലേ? അപ്പൊ കുറഞ്ഞ തേന് 1/4 കിലോ വേണ്ടവർക്കും 1/4 കിലോ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ സംഗതി എന്തായാലും നല്ല ഫ്രഷ് തേനാണ്. അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.